ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്നുള്ള പോയം ഒന്ന് നോക്കാം. ദ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊച്ചു കുഞ്ഞല്ലേ, ഒരു ആൺകുഞ്ഞ്. ആൻഡ് ദ ഓൾഡ് മാൻ, ഓൾഡ് എന്താണ്? പ്രായമായ മനുഷ്യനല്ലേ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു അപ്പൂപ്പനും ഒരു കുഞ്ഞും അവർ തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ ഈ കവിത. അപ്പോൾ നമുക്ക് നോക്കാം. സെഡ് ദ ലിറ്റിൽ ബോയ്. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആര് പറഞ്ഞു? ദ ലിറ്റിൽ ബോയ്, ഈ കുഞ്ഞു പറഞ്ഞു. എന്ത് പറഞ്ഞു? സംടൈംസ്, ചിലപ്പോഴൊക്കെ, ഐ ഡ്രോപ്പ്, ഞാൻ നിലത്തിടാറുണ്ട്. ഡ്രോപ്പ്, നിലത്തിടുക. മൈ സ്പൂൺ, എൻ്റെ സ്പൂൺ നിലത്തിടാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കറിയാം അല്ലേ, ഈ വെസ്റ്റേണേഴ്സൊക്കെ അവരെ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്? സ്പൂണും ഫോക്കൊക്കെ വെച്ചാണ് അല്ലേ, അവർ കൈ കൊണ്ടൊന്നും വാരി കഴിക്കില്ല അല്ലേ. അപ്പോൾ ഈ കുഞ്ഞ് പറയുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് സ്പൂണൊക്കെ, അങ്ങനെയുള്ള ഒരു സ്പൂണൊക്കെ അവൻ നിലത്തിടാറുണ്ടെന്നാണ് അവൻ പറയുന്നത്. ഒരു പക്ഷേ അതെന്തായിരിക്കും? കുഞ്ഞുങ്ങളാണല്ലേ, അവരങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല കാര്യങ്ങളല്ലേ. അവരുടെ കയ്യിൽ നിന്ന് വെള്ളം തട്ടിപ്പോവും, പാത്രം ഫുഡ് പ്ലേറ്റൊക്കെ തട്ടി താഴെ അശ്രദ്ധയോടുകൂടി ഉള്ള കാര്യങ്ങളാണല്ലേ അവർ ചെയ്യുക. അതെന്ന് വെച്ചാൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ എനർജി ലെവലൊക്കെ വളരെ കൂടുതലാണ് അല്ലേ. അവർക്ക് ഇനിയും വളരേണ്ടതാണല്ലേ. അപ്പോൾ അവരുടെ ചിന്തകളും പ്രവൃത്തികളും അവരുടെ ശ്രദ്ധയൊക്കെ മറ്റ് പല കാര്യങ്ങളിലാവും അല്ലേ. വലിയവർ ഇപ്പോൾ വൃത്തിയും വെടുപ്പൊക്കെ ആക്കി കൊണ്ടടക്കുന്നത് പോലത്തെ ഒന്നും, അല്ലെങ്കിൽ അത് വൃത്തികേടാവാൻ പാടില്ല എന്നൊക്കെ ഉദ്ദേശിച്ച് ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ. പക്ഷേ അവർ വലിയവരെന്താ ആഗ്രഹിക്കുക? അവരുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ അവർ ശ്രദ്ധിക്കാണ്ടാണ് എന്നൊക്കെ പറയൂല്ലേ, വഴക്ക് പറയൂല്ലേ. ചിലപ്പോൾ ശ്രദ്ധിച്ചുകൂടെ എന്തിനാ നിലത്തിടുന്നത്, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ പറയും നിലത്തിടാണ്ട് കഴിക്കണം, അല്ലെങ്കിൽ തട്ടി പോവാണ്ട് കഴിക്കണം, അല്ലെങ്കിൽ സ്പൂൺ നിലത്തിടരുത്, ഫോക്ക് നിലത്തിടരുത് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിൻ്റെ ധാരണ എന്തായിരിക്കും? അവൻ്റെ കയ്യിൽ നിന്ന് അവിചാരിതമായി പോകുന്നതോ അശ്രദ്ധ കൊണ്ട് പോകുന്നതോ എന്നാവില്ല. അവൻ വിചാരിക്കുക എന്താ, അവൻ സ്പൂൺ നിലത്തിടുന്നു എന്നായിരിക്കും അല്ലേ, കുഞ്ഞല്ലേ. അതുകൊണ്ടാവാം അവൻ പറയുന്നത് സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ, ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ സ്പൂൺ നിലത്തിടാറുണ്ട് എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവുമ്പോൾ പല തവണകൾ അങ്ങനെ ഒരേ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ അവൻ മുതിർന്നവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടിയൊന്നും അവർക്ക് ഉണ്ടാക്കാൻ എളുപ്പമല്ലല്ലേ. പക്ഷെ ഒരേ കാര്യങ്ങളിൽ തന്നെ അവർ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ അവർക്കതൊരു വിഷമായിട്ടുള്ളിലുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ മോനൊക്കെ ഭയങ്കര കുറുമ്പനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യമായിട്ടൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ സ്കൂളിലൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയൊക്കെ പറഞ്ഞു വിടും. അവിടെയൊക്കെ ഭയങ്കര ക്രിമിനലുകൾ പോലെയുള്ള കുട്ടികളുണ്ടാവും, അവരുടെ നിന്നൊക്കെ അടിയൊക്കെ മേടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങളൊരു ഇവിടെ നിന്നൊരു ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടാവും വിടാം മിക്കവാറും. അപ്പോൾ ഒരു ദിവസം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ, ഞാൻ എൻ്റെ കുറുമ്പൊക്കെ കുറയ്ക്കാൻ നന്നായി നോക്കുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ പിച്ചുന്നുണ്ട്, എന്നെ തന്നെ മാന്തണുണ്ട്, എനിക്ക് എന്നിട്ട് എൻ്റെ കുറുമ്പ് കുറയ്ക്കാൻ പറ്റണില്ല എന്നല്ലേ, പറ്റണില്ല എന്ന്. അപ്പോൾ അങ്ങനൊരു വശം കുഞ്ഞുങ്ങളിലുണ്ട്. അത് രക്ഷിതാക്കൾ തിരിച്ചറിയണം അല്ലേ. കുഞ്ഞുങ്ങളുടെ ഒരു വശം അവർക്ക് രക്ഷിതാക്കൾ ഉദ്ദേശിച്ച രീതിയിൽ കൂടെ പോകാൻ പറ്റില്ലെങ്കിലും അവർ പരിഹാരം കാണാൻ എപ്പുറത്തൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് രക്ഷിതാക്കൾ അറിയണം, അധ്യാപകരറിയണം അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടി അത് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ നിലത്തിടാറുണ്ട് എന്ന് പറയുമ്പോൾ സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. അപ്പോൾ ഇവിടെ അപ്പൂപ്പൻ പറയും സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. ഇവിടെ ഓൾഡ് മാൻ, അപ്പൂപ്പൻ എന്താ പറയുന്നത്? ഓൾഡ് മാൻ എന്ന് വെച്ചാൽ വൃദ്ധനാണ്. ലിറ്റിൽ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ അപ്പൂപ്പൻ, അതായത് കൊച്ചു കുഞ്ഞായ അപ്പൂപ്പൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൂപ്പനിവിടെ എന്താണ് പറയുന്നത്? കുട്ടി, ഞാൻ ചിലപ്പോഴൊക്കെ സ്പൂൺ നിലത്തിടാറുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ എന്താ പറയുന്നത്? ഐ ഡു ദാറ്റ് ടു, ഞാനും ചെയ്യാറുണ്ടെന്നല്ലേ. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ അപ്പൂപ്പൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അപ്പൂപ്പനിവിടെ ലിറ്റിൽ ഓൾഡ് മാൻ എന്ന് വെച്ചാൽ കുഞ്ഞപ്പൂപ്പനല്ലേ, കൊച്ചപ്പൂപ്പനല്ലേ, കുഞ്ഞുങ്ങളെ പോലെയുള്ള അപ്പൂപ്പൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താവും? അപ്പോൾ ഈ കുഞ്ഞിനെന്താവും? വളരെ ഇഷ്ടമാവില്ലേ. അവൻ്റെ മനസ്സിലൊരു ആശ്വാസമാവില്ലേ. ഇത്രയും പ്രായമായ മനുഷ്യനും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ അവർ തമ്മിലൊരു അടുപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ കുട്ടി അപ്പൂപ്പനോട് വന്നിട്ട് ഇത് പറയുന്നത്. അപ്പോൾ എന്താ, അപ്പൂപ്പൻ പറയുകയാണ് ഞാനും ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞെന്താണ് പറയുന്നത്? അവൻ പിന്നെ പതുക്കെയാണ് പറയുന്നത് അല്ലേ, വിസ്പേർഡ്. ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ് എന്ന് വെച്ചാൽ പതുക്കെ പറയാം, മന്ത്രിക്കുന്നത് പോലെ പറയാം. അവൻ എന്താ പറയുന്നത്? അതെന്തുകൊണ്ടാണത് അങ്ങനെ പറയുന്നത്?
പറയുന്നത് അത് നമുക്ക് നോക്കാം. ഐ വെറ്റ് മൈ പാൻസ്, ഞാൻ എൻ്റെ പാൻസ് നനയ്ക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ ട്രൗസറിൽ മുള്ളാറുണ്ട് എന്നല്ലേ. അതുകൊണ്ടാണ് അവൻ പതുക്കെ പറഞ്ഞത്. നാണക്കേടുള്ളതാണല്ലേ. വീട്ടുകാരും കളിയാക്കും, കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ കൂട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുമില്ല. അപ്പം അത് അങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ടാണ് അവൻ പതുക്കെ മന്ത്രിച്ച് പറയുന്നത്. എന്നാലോ അപ്പൂപ്പനോട് അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടല്ലേ. കാരണം അപ്പൂപ്പൻ കൊച്ചു കുഞ്ഞിനെ പോലെയാണല്ലേ. അപ്പോൾ എന്താണ് അപ്പോൾ ഐ വെറ്റ് മൈ പാൻസ് എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ എന്താണ് പറയുന്നത്? തിരിച്ചപ്പൂപ്പൻ എന്താണ് പറയുന്നത്? ഐ ഡു ദാറ്റ് ടു, ഞാനും ചെയ്യാറുണ്ട്, ഞാനും നനയ്ക്കാറൊക്കെ ഉണ്ട് എൻ്റെ ഡ്രസ്സല്ലേ. ലോഫ്ഡ് എന്നുവെച്ചാൽ ചിരിച്ചു. അപ്പൂപ്പൻ ചിരിച്ചു. എന്നിട്ട് ദ ലിറ്റിൽ ഓൾഡ് മാൻ, ലോഫ്ഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ എന്ന് വെച്ചാൽ ഇതിവിടെ അങ്ങനെയാണ്. കൊച്ച് അപ്പൂപ്പൻ ചിരിച്ചു, കൊച്ചു കുഞ്ഞുങ്ങളെ പോലുള്ള അപ്പൂപ്പൻ ചിരിച്ചു, ഞാനും നനയ്ക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഐ ഡു ദാറ്റ് ടു, ഞാനും അതുപോലെ തന്നെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ സെഡ് ദ ലിറ്റിൽ ബോയ്, അപ്പോൾ കുട്ടി പറയുന്നു, എന്താണ് പറയുന്നത്? ഐ ഓഫൺ ക്രൈ, ഞാൻ ഇടയ്ക്ക് കരയാറുണ്ട് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ കാര്യങ്ങളിൽ രക്ഷിതാക്കൾ അവരെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ കരയാറുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ അവരുടെ കരച്ചിലൊന്നും രക്ഷിതാക്കൾ അത്ര കാര്യമായിട്ടൊന്നും എടുക്കില്ലല്ലേ, കുറുമ്പ് ചെയ്തിട്ടല്ലേ എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അത് ഓൾഡ് മാൻ നോഡഡ്, ഓൾഡ് മാൻ എന്ന് വെച്ചാൽ അപ്പൂപ്പൻ നോഡഡ് തലയാട്ടിയിട്ട് പറയാണ്. സോ ഡു ഐ, ഞാനും കരയാറുണ്ട് അല്ലേ. ഇവിടെ അപ്പൂപ്പൻ പറയുന്നുണ്ടല്ലോ, ഞാൻ കുഞ്ഞ് പറയുമ്പോൾ ഐ ഡ്രോപ്പ് മൈ സ്പൂൺ എന്ന് പറയുമ്പോൾ, ഞാൻ സ്പൂൺ നിലത്തിടാറുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയുന്നുണ്ട്, ഞാനും നിലത്തിടാറുണ്ട്. കുഞ്ഞുങ്ങൾ അശ്രദ്ധയോടെയും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയും അവിചാരിതമായൊക്കെ ആയിരിക്കും അല്ലേ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അപ്പൂപ്പനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൂപ്പൻ്റെ കയ്യിലൊന്നും ബലം ഉണ്ടാവില്ല അല്ലേ. അതൊക്കെ ഭയങ്കര പേശികളൊക്കെ തളർന്ന് പ്രായമായ മനുഷ്യന്മാർക്ക് അവർക്ക് വിചാരിച്ച പോലെ പിടിച്ചാലൊന്നും കിട്ടില്ല അല്ലേ, അല്ലെങ്കിൽ കയ്യിലൊന്നും ഇരിക്കില്ല അല്ലേ. അതുകൊണ്ടായിരിക്കും അപ്പൂപ്പനും അതുപോലെ തന്നെ ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇവിടെ കുഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പാൻസ് നനയ്ക്കാറുണ്ടെന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയുന്നുണ്ട്, ഞാനും ചെയ്യാറുണ്ട്, എൻ്റെ ഡ്രസ്സ് ഞാനും നനയ്ക്കാറുണ്ടെന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളത് ചിലപ്പോൾ അറിയാതെ പോകുന്നതാവില്ലേ, രാത്രിയിലൊക്കെ അറിയാണ്ട് പോകും. പക്ഷെ അവർക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും അല്ലേ. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരറിയാതെ പോകുന്നതാവും അല്ലേ. പക്ഷേ ഇവിടെ അപ്പൂപ്പനും അത് ചെയ്യാറെന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ അതെങ്ങനെയായിരിക്കും? അപ്പൂപ്പന് അതേപോലെ തന്നെ അല്ലേ, കൺട്രോൾ പവറൊന്നും അവർക്ക് ഉണ്ടാവില്ല അല്ലേ. പ്രായമായ മനുഷ്യന്മാർക്ക് അവർ വിചാരിക്കുമ്പോഴത്തേന് അതൊക്കെ തന്നെ അങ്ങോട്ട് പോയിരിക്കും അല്ലേ. അതായിരിക്കും അപ്പൂപ്പൻ ഇവിടെ പറയുന്നത്, ഞാനും അത് ചെയ്യാറുണ്ട്, എനിക്കും അങ്ങനെയൊക്കെ പറ്റാറുണ്ട് എന്നുള്ളത് അല്ലേ. പിന്നെ ഇവിടെ ലിറ്റിൽ ബോയ് പറയുന്നത് ഐ ഓഫൺ ക്രൈ, ഞാൻ ഇടയ്ക്ക് കരയാറുണ്ടെന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത്? രക്ഷിതാക്കൾ അവനെ കുറ്റപ്പെടുത്തുമ്പോഴും അവൻ്റെ മനസ്സിലാക്കാതെ ഒക്കെ ചെയ്യുമ്പോഴാണ് അവൻ കരയുന്നത്. ഇവിടെ അപ്പൂപ്പൻ പറയുന്നുണ്ട്, സോ ഐ ഡു ഐ, ഞാനും അങ്ങനെ കരയാറുണ്ടെന്നുള്ള. സോ ഡു ഐ, ഞാനും ചെയ്യുന്നു അതുപോലെ. സോ അതുപോലെ, ഡു ചെയ്യുന്നു, ഐ ഞാനും ചെയ്യുന്നു അതുപോലെ എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ എന്തായിരിക്കും? അപ്പൂപ്പനെ നോക്കുന്ന ആൾക്കാരില്ലേ, കെയർ ടേക്കേഴ്സും ചിലപ്പോൾ അപ്പൂപ്പനോട് അപ്പൂപ്പനെ മനസ്സിലാക്കാതെയൊക്കെ ഇരിക്കുക അല്ലേ. അവരും അപ്പൂപ്പനെ ചിലപ്പോൾ വിഷമിപ്പിക്കുന്നുണ്ടാവില്ലേ. ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ അല്ലേ. അതായിരിക്കും അപ്പൂപ്പൻ പറയുന്നത്, ഞാനും കരയാറുണ്ട്. കുഞ്ഞ് കരയാറുണ്ടെന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ കരയാറുണ്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞ് എന്താണ് പറയുന്നത്? ബട്ട് വേസ്റ്റ് ഓഫ് ഓൾ, ഇതിലൊക്കെ മോശമായ കാര്യം, ഏറ്റവും മോശമായ കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, സെഡ് ദ ലിറ്റിൽ ബോയ്, കുഞ്ഞ് പറഞ്ഞു. എന്ത്? ഇറ്റ് സീംസ്, അങ്ങനെ ചിന്തിക്കുന്നു അവൻ. ഇറ്റ് സീംസ്, അങ്ങനെ അവന് തോന്നുന്നു അല്ലേ. എങ്ങനെ തോന്നുന്നു? ഇറ്റ് സീംസ്, അങ്ങനെ തോന്നുന്നു അവന്. അത് തോന്നുന്നു, എങ്ങനെ തോന്നുന്നു? ഗ്രോൺ അപ്സ് എന്ന് വെച്ചാൽ മുതിർന്നവർ. ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ, ഡോണ്ട് പേ അതായത് തരുന്നില്ല, പേ കൊടുക്കുന്നില്ല, അതായത് തരുന്നില്ല, അതായത് ഡോണ്ട് പേ കൊടുക്കുന്നില്ല. അറ്റൻഷൻ ടു മീ എന്ന് പറഞ്ഞാൽ, അറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധ. ടു മീ, എനിക്ക് എന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല, എന്നെ അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കുഞ്ഞ് പറയുകയാണ്. ഇറ്റ് സീംസ്, അവൻ അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ, മുതിർന്നവർ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻഡ് ഹീ ഫെൽറ്റ്, എന്നിട്ട് ഹീ ഫെൽറ്റ്, അവന്
ഫീൽ ചെയ്തു, ഫെൽറ്റ് അനുഭവപ്പെട്ടു. ദ വാംത്ത് എന്താണ്? ഊഷ്മളത, ആ ചൂടല്ലേ, ആ സ്നേഹത്തിൻ്റെ ചൂട്. ഓഫ് റിങ്കിൾഡ് എന്താണ്? ചുളിവ് വീണ ഓൾഡ് ഹാൻഡ്, ആ വൃദ്ധനായ ആ മനുഷ്യൻ്റെ ഹാൻഡ്. ആ ഹാൻഡ് എന്ന് വെച്ചാൽ അപ്പൂപ്പൻ്റെ ആ ചുളിവ് വീണ കൈകളുടെ ആ വാംത്ത്, ആ ഊഷ്മളത കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, അവന് ഫീൽ ചെയ്തു, ഫെൽറ്റ്. അപ്പം എന്താ വെച്ചാൽ ആ കുഞ്ഞ് ആ സ്നേഹത്തോടെ അവൻ്റെ ആ അപ്പൂപ്പൻ്റെ കൈകളിൽ പിടിച്ചുല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ അപ്പൂപ്പൻ എന്താണ് പറയുന്നത്? ഐ നോ വാട്ട് യു മീൻ, എനിക്കറിയാം നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്, അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ഉള്ളിലെന്ന്. എന്തുകൊണ്ടാണ് പറയുന്നത്? അവൻ്റെ ഉള്ള പ്രയാസം തന്നെ, അതേ പ്രയാസം തന്നെ അപ്പൂപ്പനുണ്ടല്ലേ. അപ്പോൾ അപ്പൂപ്പനത് പെട്ടെന്ന് മനസ്സിലാവില്ലേ ആ കുഞ്ഞിൻ്റെ വിഷമങ്ങൾ. അതാണ് പറയുന്നത്, ഐ നോ വാട്ട് യു മീൻ സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. ആ കൊച്ചു കുഞ്ഞിൻ്റെ അതേപോലെയുള്ള അപ്പൂപ്പൻ അവനെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ. ഇതാണ് കവിത ഇഷ്ടമായില്ലേ? ഇഷ്ടമായി എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതിൽ കാണാം.